എന്ത് ഇഷ്ടമായിരുന്നു അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ചിലപ്പോ കാണും നമ്മുടെ കോളേജിൽ 4-5 പേരുടെ ഉച്ച വരെയുള്ള ഒരു പണിയാണ് അത് ആക്ച്വലി നമ്മളൊരു വാല്യൂഡേഷൻ പ്രോഡക്റ്റാണ്. വാല്യൂഡേഷൻ പ്രോഡക്റ്റ് വെച്ചാൽ ഇത് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് എക്കോ ഷോപ്പാണ്. എക്കോ ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിന്റെ ഒരു എൻഡ് ആണ് ആക്ച്വലി. എന്ന് വെച്ചാൽ ഇതിന്റെ പുറകിലാണ് ഫാമില്, അതിന്റെ എൻഡിലാണ് ഒരു ഫോർവേഡ് ലിങ്കിങ് ആൾക്കാരായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്നവരാണ്. അപ്പോ ആദ്യം നമുക്ക് ഷോപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് ശരിക്കും കൃഷി ഇഷ്ടമായതുകൊണ്ട് നമ്മള് കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പൊ കൃഷി ഇങ്ങനെ നമ്മള് പക്ഷെ ആൾക്കാർ എന്താ ആഗ്രഹിക്കുന്നു എന്നുള്ള പരിപാടിയൊന്നും നമുക്കില്ല. അതിപ്പം പല കർഷകര് അവർക്ക് എന്താണ് ഇഷ്ടം അതൊക്കെ കൃഷി ചെയ്യും. അപ്പോ ഏത് സമയം വെച്ചാൽ സാധനം കുറെ കൂടും, അത് വെക്കാൻ പറ്റില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെയാണ് പലപ്പോഴും ഷോപ്പ് വന്നതിന് ശേഷം നമ്മുടെ ആൾക്കാരുടെ മനസ്സിൽ പലപ്പോഴും അറിയാൻ പറ്റിയിരുന്നതാണ്. ആൾക്കാർക്ക് എന്താണ് വേണ്ടത്, ആൾക്കാർ എന്താ വേണ്ടത്, പിന്നെ പുതിയൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് എങ്ങനെ ബോധവൽക്കരിക്കണം, അപ്പോ അത് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ആക്ച്വലി ഈ ഷോപ്പ് മുന്നോട്ട് പോകുന്നത്. അപ്പോ അങ്ങനെയാണ് ഉള്ളത്. അപ്പോ ഇതില് ആദ്യം നമ്മൾ അനുഭവിച്ച കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. കൃഷി ചെയ്യുന്ന സമയത്ത് എല്ലാ കർഷകരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താ? ആദ്യത്തെ കാലാവസ്ഥ പ്രശ്നം. ഒന്ന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഉത്പാദിപ്പിച്ചതിന് വില കിട്ടാതെ വരുന്ന അവസ്ഥ എപ്പോഴും ഉണ്ടാവും അല്ലേ? അനുഭവിച്ചിട്ടുണ്ടോ അത്? പോവാന്നുള്ളത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ട് അതുകൊണ്ടാണ് ആക്ച്വലി ഒരു എക്കോ ഷോപ്പ് എനിക്ക് അത്യാവശ്യമായിട്ട് ആദ്യം നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലാണ്, നമ്മുടെ പിന്നിലാണ് ഇതെല്ലാം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോ ആൾക്കാര് നമുക്ക് പരിചയമുള്ള ആൾക്കാർ വരും, അല്ലാതെ ആൾക്കാർ ചിലപ്പോ കൂടുതൽ കാട്ടിട്ട് പറ്റാൻ. പിന്നെ അത് കുറച്ചുകൂടി കൂടുതലായപ്പോ നമ്മൾ ഹോട്ടലുകാർക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഹോട്ടലുകാർക്ക് കൊടുക്കാൻ നമ്മള് അങ്ങോട്ട് കൂടുതൽ കൊടുക്കുക ഹോട്ടലുകാർ. അപ്പോൾ ഉള്ള പ്രശ്നം വെച്ചാൽ എന്താ പ്രശ്നം വരിക? ഒന്ന് നമ്മള് കുടിക്കും, ഇത് നമുക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ പിന്നെ ഹോട്ടൽ ഹോട്ടലൊക്കെ കൊടുക്കുക. അവിടെ ഈ റേറ്റ് എപ്പോഴും ഒരു പ്രശ്നമാണ്. നമ്മൾ എടുക്കുന്ന വില, നമ്മള് കഷ്ടപ്പെടുന്ന വില എന്തായാലും കിട്ടില്ല. അപ്പൊ അതാണ് ആക്ച്വലി നമ്മള് ഷോപ്പിലോട്ട് വരാൻ. അത് ആക്ച്വലി ഷോപ്പ് നന്നായിട്ട് തുടങ്ങിയെന്നല്ല. എലിസബത്ത് മാഡത്തിനൊക്കെ പരിചയമുണ്ടോ? റേഡിയോ ആയിരുന്ന എലിസബത്ത് മാഡം. അതെ, അപ്പൊ എലിസബത്ത് മാഡം ആണ് ആക്ച്വലി ഈ എക്കോ ഷോപ്പ് എന്നൊരു കൺസെപ്റ്റ്